ഇറാനിൽ സംഘർഷം പുകയുമ്പോൾ വീണ്ടും യുദ്ധതന്ത്രങ്ങൾ മെനയുകയാണ് ട്രംപ്. ഇറാനെ വളഞ്ഞുകൊണ്ട് ആക്രമിക്കാനാണ് പദ്ധതി മെനയുന്നത്. മാത്രമല്ല, ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്താനും ഇവിടെ ട്രംപ് കോപ്പുകൂട്ടുന്നതായിട്ടാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനായി തന്നെ മറ്റൊരു യുദ്ധക്കപ്പൽ കൂടെ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുകയാണ്. ട്രംപിന്റെ ഒരൊറ്റ ഉത്തരവുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇവ പുറപ്പെടാൻ തയ്യാറാണ് എന്നതും ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇതോടുകൂടി തന്നെ നിരന്തരം മൂന്നാം മഹാലോക യുദ്ധം ഉണ്ടാകുമെന്ന് ഇവിടെ അല്ലെങ്കിൽ ട്രംപ് ഇതിനായി തന്നെ കോപ്പ് കൂട്ടുന്നതായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിനെ കുറച്ചുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നതെന്നതും നിരീക്ഷകർ വ്യക്തമാക്കുന്നു. 1.5 മാസമായി തന്നെ എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പലാകട്ടെ ഉൾക്കടലിൽ തന്നെ നങ്കൂരമിട്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അതിന്റെ അലയൊലികൾ ഇപ്പോൾ ഇറാനിലാകെ തന്നെ പ്രതിഫലിക്കുന്നതിനിടയിലാണ് മറ്റൊരു യുദ്ധക്കപ്പൽ കൂടി ഇവിടെ വിന്യസിക്കാനായി തന്നെ ട്രംപ് ഒരുങ്ങുന്നത്. ഖൊമേനിയുടെ ഉള്ളിലെ ഭയവും വെറുതെ ആകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇറാനുമായി സംഘർഷം തുടരുന്നതിനിടെ തന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് മറ്റൊരു വിമാനവാഹിനി കപ്പലിനെ കൂടി വിന്യസിപ്പിക്കാൻ US തയ്യാറെടുക്കുന്നതായി തന്നെ ചില ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. USS ജോർജ് H.W. ബുഷ് വിമാനവാഹിനിയുടെ നേതൃത്വത്തിലെ നാവിക സന്നാഹം അവിടെ സജ്ജമാക്കിയിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവുണ്ടായാൽ ഉടൻ മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെടും എന്നതാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനുമായി ആണവ ചർച്ച തുടരുന്ന സാഹചര്യത്തിൽ ഇവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ശക്തമായിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടാനാണ് US-ന്റെ നീക്കമെന്നതായിരുന്നു ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ നിയന്ത്രണം അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണം അടക്കം തന്നെ US ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഉപരോധങ്ങൾ നീങ്ങുമെങ്കിൽ പോലും ആണവ പദ്ധതിയെ പരിമിതപ്പെടുത്താനുള്ള കരാറിൽ ഇറാൻ തയ്യാറാവുകയാണ്. എന്നാൽ ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കില്ല എന്നും മിസൈൽ ശേഷി അടക്കം രാജ്യത്തിന്റെ പ്രതിരോധ വിഷയങ്ങളിൽ ആരും ഇടപെടേണ്ട എന്നതുമാണ് അവർ ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ 80ഓളം യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള ജോർജ് H.W. ബുഷിനൊപ്പം തന്നെ ടൊമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിച്ച അകമ്പടി കപ്പലുകളും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നും ഇതിലൂടെ എടുത്തു സൂചിപ്പിക്കുകയാണ്. നിലവിൽ USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലാകട്ടെ അവിടെ അതിന്റെ നേതൃത്വത്തിൽ US നാവിക വ്യൂഹം ഇറാനിലേക്ക് ഏത് നിമിഷവും വ്യോമാക്രമണം നടത്താൻ സജ്ജമായി തന്നെ അറബിക്കടലിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഇറാനുമായി ആണവ ചർച്ച തുടരുമെന്ന് തന്നെയാണ് ട്രംപ് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി തന്നെ വൈറ്റ് ഹൗസിൽ അവിടെ വെച്ചാണ് ഈ ചർച്ചകൾ നടത്തിയത്. ഇക്കാര്യം ചില എടുത്തു പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം അവിടെ നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ ഇറാന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന വലിയൊരു മുന്നറിയിപ്പ് കൂടെയാണ് ഇവിടെ ട്രംപ് ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.